എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ, റേഷൻ, ഗ്യാസ് ഇവ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിർബന്ധമായിട്ടും ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ അറിയിപ്പ്: ഈ 15-ാം തീയതിക്കുള്ളിൽ ഗ്യാസ് KYC ചെയ്യാത്തവർക്ക് ഗ്യാസ് ലഭിക്കില്ല, ബുക്കിംഗ് സ്വീകരിക്കില്ല എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഗ്യാസ് KYC ചെയ്യാത്ത ആളുകൾ ഉടനെ അത് ചെയ്യണം. 2022 കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ആളുകളും, എല്ലാ ഗ്യാസ് കണക്ഷൻ ഉപഭോക്താക്കളും ഈ KYC ചെയ്യണം എന്ന് പറഞ്ഞത്. പക്ഷെ അത് നിർബന്ധമാക്കിയിരുന്നില്ല. ഇപ്പോഴാണ് ഈ ഒരു നിർബന്ധ അവസ്ഥ വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഗ്യാസ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഈ ഒരു ഗ്യാസ് KYC നിർബന്ധമാക്കിയത്. ആദ്യം ജൂലൈ 31 എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ ഓഗസ്റ്റ് 15 എന്ന് പറയുന്നു. ചിലപ്പോൾ നീട്ടിയേക്കാം, ഇല്ല എങ്കിൽ അത് വലിയ പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ KYC നടപടികൾ എല്ലാവരും പൂർത്തീകരിക്കണം. ആരുടെ പേരിലാണോ കണക്ഷൻ ഉള്ളത് അവരുടെ പേരിൽ തന്നെയാണ് അവരാണ് KYC നടപടി പൂർത്തീകരിക്കേണ്ടത്. ആ കണക്ഷൻ പേരിലുള്ള ആൾ നാട്ടിലില്ലെങ്കിലോ മരണപ്പെട്ടിട്ടുണ്ടോ എങ്കിലോ ഈ റേഷൻ കാർഡിലെ മുതിർന്ന അംഗത്തിന്റെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റുകയും KYC അവരുടെ പേരിൽ പൂർത്തീകരിക്കുകയും വേണ്ടതാണ്. KYC മാത്രമല്ല, ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്ന ബുക്ക് ചെയ്യുന്ന നമ്പർ ഈ കണക്ഷൻ മാറ്റുന്ന സമയത്ത് ആ പുതിയ ആളുടെ പേരിലുള്ള ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷനുമായി ബന്ധപ്പെട്ടാണ്. പുതുതായിട്ട് ഇപ്പോൾ 72,000-ലധികം ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകി കഴിഞ്ഞു. 75,000-ഓളം ആളുകൾക്കാണ്. അത് 3,000-ലധികം ആളുകൾക്ക് മഞ്ഞ റേഷൻ കാർഡും 72,000-ഓളം ആളുകൾക്ക് പിങ്ക് റേഷൻ കാർഡുമാണ് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ, ആ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന എല്ലാ ആളുകളും റേഷൻ കടകളിലെത്തി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അവർക്ക് മുൻഗണനാ റേഷൻ വിഹിതമായ സൗജന്യ റേഷൻ ലഭിക്കുകയുള്ളൂ. എല്ലാവരും ചെയ്യണം. ആ പുതുതായിട്ട് ഇപ്പോൾ മുൻഗണനാ റേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഈ ഓഗസ്റ്റ് മാസം മുതലാണ് അവർക്ക് സൗജന്യ റേഷൻ വിതരണം തുടങ്ങിയത്. അപ്പോൾ പുതുതായിട്ട് ഈ ഒരു മുൻഗണനാ റേഷൻ കാർഡ് ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടോ, കേരളത്തിൽ മൊത്തം ഇത്രയും 3/4 ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ഒരു പുതിയ മുൻഗണനാ റേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ റേഷൻ കാർഡിലെ ഉൾപ്പെടുന്ന എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ വരും മാസങ്ങളിൽ ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയ സൗജന്യ ഭക്ഷ്യധാന്യം മുടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരാൾ സ്ഥലത്തില്ല എങ്കിൽ, വേറെ ഏതെങ്കിലും സ്ഥലത്താണ് എങ്കിൽ അവിടെയുള്ള റേഷൻ കടയിലെത്തിയും ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. അതോടൊപ്പം പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നാളെ മുതലാണ് റേഷൻ കടകളിലൂടെ സൗജന്യ ഭക്ഷ്യകിറ്റിന്റെ വിതരണം ആരംഭിക്കുന്നത്. സൗജന്യ ഭക്ഷ്യകിറ്റ് മാത്രമല്ല, നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കുള്ള അധിക അരിയുടെ വിതരണവും ആരംഭിക്കും. 26 രൂപ നിരക്കിലാണ് ഓണം സ്പെഷ്യൽ അരി ഈ മാസം 10 കിലോ വീതം നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അനുവദിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ നീല റേഷൻ കാർഡിന് 3 കിലോ അരിയും 2 കിലോ ഗോതമ്പുണ്ട്. വെള്ള റേഷൻ കാർഡിന് 7 കിലോ അരിയും 2 കിലോ ഗോതമ്പുണ്ട്. ഇതിന് പുറമെയാണ് 10 കിലോ അരി കൂടി 10-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 26 വരെയാണ് ഈ സ്പെഷ്യൽ അരി ലഭിക്കുക. സൗജന്യ ഭക്ഷ്യകിറ്റ്, മഞ്ഞ റേഷൻ കാർഡിലുള്ള സൗജന്യ ഭക്ഷ്യകിറ്റും ഓഗസ്റ്റ് 26 വരെ തന്നെയാണ് ലഭിക്കുക. അതുപോലെ തന്നെ പുറത്ത് സപ്ലൈകോ തുടങ്ങിയിട്ടുള്ള ഓണം ഫെയറുകളും 25-ാം തീയതി വരെ തന്നെയാണ് ഉണ്ടാകുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷന്റെ കാര്യമാണ്. പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും ചെയ്യണം. അതിന് സെപ്റ്റംബർ 30 വരെ അതിനുള്ള സമയമുണ്ട്. അതിനുള്ളിൽ എല്ലാവരും മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കേണ്ടതാണ്. കിടപ്പ് രോഗികളാണ് എങ്കിൽ അക്ഷയയിലോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിലോ ഈ വിവരം അറിയിച്ചാൽ അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കും. അക്ഷയയിലെത്തി ചെയ്യുന്നതിന് 30 രൂപയാണ് ഇപ്പോൾ ചാർജ് വരുന്നത്. മറ്റൊന്ന്, വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെ പെൻഷൻ മുടങ്ങിയിരുന്നു. അങ്ങനെയുള്ള ആളുകൾ ഉടനെ ആ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് സമർപ്പിച്ചാൽ പോലും ഈ ഓണപ്പെൻഷൻ അവർക്ക് ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനിയിപ്പോൾ പെൻഷൻ വിതരണം പൂർണ്ണമായിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനത്ത് ഇപ്പോൾ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ 26ഓളം ലക്ഷം ആളുകൾക്ക് മാത്രമാണ് ബാങ്ക് അക്കൗണ്ടിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 30 ലക്ഷത്തോളം ആളുകൾ വീണ്ടും പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കുകയും സേവനയിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചേർക്കുകയും വേണ്ടി വരും. അപ്പോൾ അത് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അപ്പോൾ പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. 30 ലക്ഷത്തോളം അക്കൗണ്ട് സർക്കാർ എടുക്കാൻ പറയുന്ന സമയത്ത് തിരക്കുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ദേശസാൽകൃത ബാങ്കിൽ പോയിട്ട് SBIയിലോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിലോ HDFCയിലോ ഏതിലാണ് നിങ്ങൾക്ക് സൗകര്യം വെച്ചാൽ ആ ഒരു ബാങ്കിൽ പോയിട്ട് നിങ്ങളൊരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അതുമല്ല,
ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അതിലും ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതാണ്. ഇനി മറ്റൊന്ന്, കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ പെൻഷൻ എത്തിച്ചു നൽകും എന്ന് പറയുന്നു. പക്ഷേ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ കയ്യിലല്ല ഇനി കിടപ്പ് രോഗികൾക്കാണ് എങ്കിൽ പോലും വീടുകളിലേക്ക് പെൻഷൻ എത്തുക. അത് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ്മാൻമാരാണ് വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ച് നൽകുക. നിലവിൽ അത് പെട്ടെന്നൊരു മാറ്റമല്ല. ഈ വരുന്ന മാസത്തെ പെൻഷനൊക്കെ കയ്യിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ് ലഭിക്കുക. ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയും. അപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യും. ആ സമയത്ത് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറയുന്ന സമയത്ത് എടുക്കുകയും സേവനയിൽ അത് അപ്ലോഡ് ചെയ്യാൻ പറയുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുകയും വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇതാണ് റേഷൻ, പെൻഷൻ, ഗ്യാസുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.